സുജീഷിലേക്ക് പോകുന്നു. സുജീഷാണ് ഈ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റിൻ്റെ ഉടമ. സുജീഷ്, നേരത്തെ അവിടുത്തെ പ്രദേശവാസി കൂടിയായ മജീദ്, അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹം പറഞ്ഞത് വലിയ മാലിന്യ പ്രശ്നം ആണ് അവിടുത്തെ പ്രദേശവാസികൾ നേരിടുന്നത് എന്നാണ്. നോക്കൂ, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ ഫാക്ടറി നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനാവൂ. മാത്രമല്ല മറ്റ് ലൈസൻസുകളൊക്കെ വേണം. ഇത് എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ അനുമതികളും ലഭിച്ചതിന് ശേഷമാണോ ഇത് തുടങ്ങിയത്? നേരത്തെ തന്നെ ഈ പ്ലാന്റിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ മറികടന്ന് എങ്ങനെയാണ് അനുമതി ലഭിച്ചത്, ഈ മാലിന്യ പ്ലാന്റിന് ലൈസൻസ് ലഭിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ? സർ, ഞങ്ങളുടെ സ്ഥാപനം 40 ടണ്ണോളം സംസ്കരണ ശേഷിയുള്ള സ്ഥാപനമാണ്. ഈ സ്ഥാപനം തുടങ്ങി 2 വർഷം കഴിഞ്ഞ സമയത്താണ് അവിടെ ഒരു മണവുമായിട്ടും അല്ലെങ്കിൽ പുഴ മലിനീകരണമായിട്ടും ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ച വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ ഭാഗമായി വളരെ സമാധാനപരമായിട്ടുള്ള ചർച്ചകളായിരുന്നു തുടക്ക കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ പറയുന്ന ഗവൺമെന്റ് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് നടത്തി ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്ഥാപനം വീണ്ടും മുന്നോട്ട് പോയത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് പുതിയൊരു സമരസമിതി നിലവിൽ വരികയും ആ സമരസമിതി വീണ്ടും ഇതുപോലുള്ള പ്രശ്നങ്ങൾ റേസ് ചെയ്ത് കൊണ്ടുവന്നു. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് വീണ്ടും ഒരുപാട് ചർച്ചകൾ കളക്ടറേറ്റിലും സബ് കളക്ടറുമായിട്ടും ഡിവൈഎസ്പി സാറും ഒക്കെ ആയിട്ട് ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ അവിടുന്ന് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് PCBയിൽ നിന്നും തന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. പുതിയ ബയോബെഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഞങ്ങളുടെ ATPയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം 100% ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് ഈ PCBയുടെ ക്ലിയറൻസും അല്ലെങ്കിൽ PCBയുടെ ബാക്കിയുള്ള ലൈസൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോ എന്താണോ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള അല്ലെ എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ 100% അവിടെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഫാക്ടറിക്ക് നിയമപരമായിട്ടുള്ള എല്ലാ ലൈസൻസുകളും നിലവിൽ ഞങ്ങൾക്ക് ഉള്ളതാണ്. അല്ല സുജീഷ്, നേരത്തെ മജീദ് ചൂണ്ടിക്കാണിച്ചത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ആൾക്കാർക്ക് അവിടെ എത്തിയപ്പോൾ അവർ പരിശോധിച്ച സമയത്ത് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. പക്ഷേ ഹൈക്കോടതിയിൽ മറിച്ചൊരു റിപ്പോർട്ട് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഫാക്ടറി തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? PCBയുടെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ സർക്കാരിൽ സ്വാധീനം ചെലുത്തി ഇങ്ങനെ ലൈസൻസ് കരസ്ഥമാക്കിയതാണോ? സാർ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഇപ്പൊ മജീദ് സാർ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു എന്താ പറയാ ഇല്ലാത്ത കാര്യം മറച്ചു വെച്ചൊരു റിപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% അദ്ദേഹം തന്നെ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്റെ അറിവിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ അറിവിലില്ല. അപ്പം അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം അദ്ദേഹം തെളിയിക്കുകയാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നല്ലോ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. അല്ല നോക്കൂ, ഈ വളരെ സമാധാനപരമായിട്ട് പ്രക്ഷോഭം നടത്തി വന്ന ഒരു ജനത, അവർ പൊടുന്നനെ ഈ അക്രമത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യം എന്താണ്? ഈ പ്രദേശവാസികളാണോ പ്ലാന്റ് കത്തിക്കാൻ ശ്രമിച്ചത്? ജീവനക്കാരെ ജീവനോടെ കത്തിക്കാനുള്ള ശ്രമം നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പോലീസിന് നേരെ ഭീകരമായ ആക്രമണം നടന്നു. ഇത് പ്രദേശവാസികൾ ഇങ്ങനെ കൈവിട്ട രീതിയിൽ ഒരു സമരത്തിലേക്ക് കടക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒരു അക്രമ സമരത്തിലേക്ക് അവർ വഴിമാറും എന്ന് കരുതിയിരുന്നു? എന്തെങ്കിലും സൂചന അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നോ സുജീഷ്? സാറേ, ഈ പുതിയ സമരസമിതി വന്നതിന് ശേഷമാണ് ഈ ഫാക്ടറിയിൽ അക്രമ സ്വഭാവമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. രാത്രി ഫാക്ടറിയിലെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുക, വടിവാളുമായി ഫാക്ടറിയിൽ വരിക, അല്ലെങ്കിൽ ഫാക്ടറിയുടെ ഗേറ്റ് അടിച്ചു പൊളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം താമരശ്ശേരി സ്റ്റേഷനിലെ നിലവിൽ പരാതികളാണ്. പക്ഷെ ഇപ്പം മജീദ് സാർ പറഞ്ഞൊരു വാക്ക് പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. സഹി കെട്ടിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു അവിടുത്തെ ആൾക്കാരാണ് ആക്രമണം നടത്തിയത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മേ ബി അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപയോഗിച്ചൊരു വാക്കാണ്. നമ്മൾ സംസാരിക്കുന്ന ലൈവിലായതുകൊണ്ട് എന്താണെങ്കിലും അവിടെ റെക്കോർഡിംഗ് ഉണ്ടാവും. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം വരുന്നത്. പിന്നെ നിലവിൽ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം താമരശ്ശേരി സ്റ്റേഷനിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പ് നടന്നിട്ടുള്ള സമരങ്ങളോ അല്ലെങ്കിൽ ചർച്ചകളോ എല്ലാം വളരെ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതല്ലാത്ത രീതിയിലേക്ക് ഇന്നേ വരെ ഒരു ചർച്ച അവിടെ വന്നിട്ടില്ല. സഹി കെട്ടിട്ടാണ് ഈ രൂപത്തിലുള്ള സമരത്തിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസത്തെ ജനങ്ങൾ റോഡ് തടയുന്നത് അടക്കമുള്ള സമരത്തിലേക്ക് വന്നതെന്നാണ് പറഞ്ഞത്.
അല്ല സാറേ, അപ്പൊ ഒരു ചോദ്യം കൂടെ ചോദിക്കാണ്ട്. ഇതിന്റെ മുമ്പും ഇതേപോലൊരു സമരം അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതും ഇതേ വാക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സമരം നടക്കുകയും 2 ദിവസം ഞങ്ങളുടെ ലോറി ബ്ലോക്ക് ആക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചർച്ച നടത്തിയിട്ടാണ് വീണ്ടും തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതേ ആൾക്കാർ തന്നെയാണ് വീണ്ടും ഈ സമരം ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സമരങ്ങളിൽ ഇന്നേ വരെ ഒരു അക്രമവാസനയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ സമരം ചെയ്തതിൽ എവിടെയെങ്കിലും ഒരു അക്രമമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയർ ഉണ്ടായിട്ടില്ല. സംസാരിക്കാനുള്ള ഒരു വേദി എപ്പോഴും ഉണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ വേദിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട കളക്ടറുടെ അല്ലെങ്കിൽ അങ്ങനെ ഉന്നത അധികാരികളുടെ മധ്യസ്ഥതയിൽ ഇരുന്ന് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയും ഗവൺമെന്റിന്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് വരുന്ന രീതിക്ക് അവർ പറയുന്ന മുറയ്ക്കും PCB പറയുന്ന മുറയ്ക്കുമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം മുമ്പോട്ട് പോയത്. പെട്ടെന്നാണ് ഇതൊരു വയലൻസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. സുജീഷ്, ഈ പ്ലാന്റിന്റെ പാർട്ട്ണർമാരിൽ ഒരാളായ നേരത്തെ ക്ഷമിക്കണം, ഇപ്പോഴത്തെ പാർട്ട്ണർമാരിൽ ഒരാളല്ല, നേരത്തെ പാർട്ട്ണറായിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് കുടുക്കി ബാബുവിനെ പോലീസ് അന്വേഷിക്കുകയാണ്. കുടുക്കി ബാബുവാണ് സൂത്രധാരൻ എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനിന്ന് റൂറൽ SP ആയിട്ടൊക്കെ സംസാരിച്ചതാണ്. അദ്ദേഹം വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഈ കുടുക്കി ബാബു എങ്ങനെയാണ് പിന്നെ പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറിയത്? എന്തായിരുന്നു സാഹചര്യം? കുടുക്കി ബാബുവിൻ്റെ പങ്കാളിത്തം, ഈ അക്രമ സമരത്തിലെ പങ്കാളിത്തം, അത് സുജീഷ് ഉൾപ്പെടെയുള്ള മറ്റ് ഉടമകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? സാറ്, ഞങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇത് ഒരു ചിക്കൻ ഫാം പോലെയുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളത് ചിക്കൻ മാലിന്യ സംസ്കരണ അറവ് മാലിന്യ സംസ്കരണ പദ്ധതി എന്നുള്ളതിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുറക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം ഇത് പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു ഇവന്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹം അന്ന് തന്നെ ദുബായിലേക്ക് പോകേണ്ട ഒരു ആവശ്യമോ അതല്ലെങ്കിൽ അദ്ദേഹം രാജ്യം വിട്ടിട്ട് മാറേണ്ട ഒരു ആവശ്യമോ ഇല്ല. അവരുടെ തന്നെ CCTV ഫുട്ടേജ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടുമെന്നാണ് എനിക്ക് ഏറ്റവും വിനീതമായിട്ട് പറയാനുള്ള ഒരു കാര്യം. കാരണം എന്റെ ഫാക്ടറിയിലെ ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ സമരസമിതി അവിടെ വെച്ചൊരു CCTV ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ എന്റെ ഫാക്ടറിയിലേക്കുള്ള വഴി ഒരൊറ്റ വഴിയാണ്. ആ വഴി മൊത്തമായിട്ട് കവർ ചെയ്യുന്നതും ഈ അക്രമം പൊട്ടിപ്പുറപ്പെടുന്ന ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിലും വൈഡ് ആംഗിളിലുള്ള ഒരു CCTV ക്യാമറ അവരുടെ കയ്യിലുണ്ട്. ആ ക്യാമറയുടെ ക്ലൗഡ് ബാക്കപ്പ് സമരസമിതി ചെയർമാൻ ഉൾപ്പെടെ 5 ആൾക്കാർ, സ്ഥലോടമ ജോബി ഉൾപ്പെടെ 5 പേരുടെ കയ്യിലാണുള്ളത്. അതിന്റെ ഫുട്ടേജസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ അക്രമകാരികളും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും നമ്മുടെ ഈ കൺഫ്യൂഷൻസ് എല്ലാം തീരുന്നതായിരിക്കും സാർ. സുജീഷ്, മുഖം മറച്ചല്ലേ എത്തിയത് ഇവർ? മാത്രമല്ല ഹെൽമെറ്റ് ധരിച്ച് എത്തി, സ്ത്രീകളെയും കുട്ടികളെയും കവചമാക്കി. അപ്പോൾ ഇതിൽ ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണോ കരുതുന്നത്? പ്രാദേശികവാസികൾ, പ്രദേശത്തുള്ളവർ, അവരിത്തരമൊരു അക്രമ സമരത്തിലേക്ക് ഒരുമ്പെട്ടിറങ്ങും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അവിടെയാണ് മലപ്പുറത്ത് നിന്നടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയപ്പോൾ ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുകയായിരുന്നു. അപ്പോൾ വളരെ സമാധാനപരമായി മാറിയ ഒരു ജനകീയ സമരം. ആ ജനകീയ സമരത്തിന് ഒരു അടിസ്ഥാനമുണ്ട്, അവർക്കൊരു മുദ്രാവാക്യമുണ്ട്. കാരണം പ്ലാന്റ് മാലിന്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ആ പ്ലാന്റിനെതിരെയാണ് സമരം. സുജീഷ് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമാധാനപരമായിട്ടാണ് സമരം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുമായിട്ടൊക്കെ നേരത്തെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. മാത്രമല്ല സുജീഷിനോട് നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ സുജീഷ് പറഞ്ഞത് അവരുടെ ഡിമാൻഡ് അത് മീറ്റ് ചെയ്യാനും താങ്കൾ തയ്യാറായിട്ടുണ്ട് അല്ലേ? ഉടമസ്ഥ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സമാധാനപരമായിട്ടൊരു പ്രശ്നം മുന്നോട്ട് പോകുമ്പോൾ അതിൽ വലിഞ്ഞു കയറി പ്രശ്നം ഉണ്ടാക്കിയവരുടെ ഉദ്ദേശം എന്തായിരിക്കും? അജണ്ട എന്തായിരിക്കും അവർ ലക്ഷ്യമിട്ടത്? സാറേ, ഈ സമരം നടന്നത് അതല്ലെങ്കിൽ പോലീസിനെ തടഞ്ഞു നിർത്തിയ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയിൽ നിന്നും സുമാർ ഒരു 10-30 മീറ്റർ മാറി ഒരു വളവിലാണ്. ആ വളവും ഫാക്ടറിയുമായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു അകലമുണ്ട്. ആ അകലം നടക്കുന്ന സമയത്ത് അവിടെ പോലീസ് ഓപ്പോസിറ്റിൽ നിന്നും പ്രൊട്ടസ്റ്റ് ചെയ്ത് പോലീസിന്റെ മുമ്പിൽ സ്ത്രീകളും കുട്ടികളും ഉള്ള ആൾക്കാരെ വെച്ച് കവർ ചെയ്ത് നിൽക്കുമ്പോൾ പോലീസിന് ഒരു കാരണവശാലും നമ്മുടെ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നതല്ല. ആ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചാൽ സാറിന് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ അവിടെ മനഃപൂർവ്വം അവരെ തടഞ്ഞു നിർത്തി
ഇപ്പുറം ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. കാരണം എന്റെ സ്ഥാപനം നിലനിൽക്കുന്നത് ഒരു തോട്ടത്തിന്റെ ഉള്ളിലാണ്. അതിന് പല രീതിയിൽ നടന്നു വരാൻ പറ്റിയ പല ആക്സസുകളും ഉണ്ട്. ഒരു വാഹനത്തിൽ വരുന്നതിനേക്കാൾ ഉപരി നടന്നു വരാൻ പറ്റിയ ഒരുപാട് ആക്സസുകൾ ഉണ്ട്. അപ്പൊ അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ആ സ്ഥാപനം നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയും, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് ജീവഹാനി വരുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ചെയ്തതെന്ന് തന്നെയാണ് ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. കാരണം സ്ഥാപനത്തിലെ തൊഴിലാളികളെ കണ്ടെയ്നർ ലോറിയിൽ ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ കണ്ടെയ്നർ അടച്ചിട്ടിട്ടാണ് തീ കൊളുത്തിയത്. അപ്പൊ അത് വേറൊരാൾ കണ്ടപ്പോഴാണ് അത് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ സ്ഥാപനത്തിലെ ബോയിലർ റൂമിലേക്ക് ബുള്ളറ്റ് ബൈക്ക് തള്ളി കൊണ്ടുപോയിട്ട് ആ ബുള്ളറ്റ് ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തുറന്നിട്ട് കത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയുന്ന ആൾക്കാർ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രൈം ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിന്റെ ഉള്ളിൽ ഇത്ര ആൾക്കാരുള്ളൂ, അല്ലെങ്കിൽ ഇത്ര പോലീസ് ഉള്ളൂ, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയുള്ള ഏരിയ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം കത്തിക്കാനുള്ള സാധനങ്ങളെല്ലാം അവരുടെ കയ്യിലില്ലാതെ ഒരിക്കലും സാറേ ഇത്രയും വാഹനങ്ങൾ എനിക്ക് കത്തി നശിക്കുന്നില്ല, എന്റെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വാഹനങ്ങൾ കത്തി നശിക്കില്ല. എന്റെ ഒരു തൊഴിലാളി ശ്രീജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്. 3 സർജറിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നത്. 2 സർജറി ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന്റെ ഉള്ളിൽ നിന്നും ഈ നീളത്തിലുള്ള എല്ലിന്റെ പീസാണ് ഇന്ന് സർജറി ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് അദ്ദേഹം ഉള്ളത്. ആർക്കും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തെ അടിച്ചിരിക്കുന്നത് ഇരുമ്പ് വടി കൊണ്ട് അടിച്ച ആൾക്കാരെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാർ ആ ലോക്കലിലുള്ള ആൾക്കാരാണ്. ആ ആൾക്കാർ ഇവർക്ക് അറിയുന്നതുമാണ്. ഈ സ്ഥിരമായിട്ട് സമരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നൌഷാദ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മുടെ തൊഴിലാളികൾ കണ്ടിട്ടുണ്ട്. ഇവർ സംസാരിച്ചിട്ടുണ്ട്. എടാ ഞങ്ങൾ തൊഴിലാളികളല്ലേ, ഞങ്ങളുമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അടി വീണ് പോവാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ല എന്നുള്ളതോ, അല്ലെങ്കിൽ സമരസമിതിയിലെ മെയിൻ മെമ്പേഴ്സ് അറിയുന്നില്ല എന്നോ ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ മുഖ്യധാര സമരത്തിൽ നിന്ന സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൊട്ടസ്റ്റ് തെറ്റിദ്ധരിക്കപ്പെട്ട് നിന്ന ആൾക്കാർ ഇത് അറിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അനുഭവം അവരിൽ നിന്ന് ഞങ്ങൾക്ക് മോശമായിട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞല്ലോ, സമരസമിതി എന്ന് പറഞ്ഞ പുതിയൊരു കമ്മിറ്റി വന്നതിന് ശേഷമാണ് സമരം അക്രമ സ്വഭാവം കാണിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുവരെ ഇതിന് അക്രമ സ്വഭാവം ഇല്ലായിരുന്നു. ഇതൊരു കൂട്ടം ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അതിനൊരു പരിഹാരം കാണുന്ന ഒരു വേദിയായിട്ട് മാത്രമായിരുന്നു സാർ ഇത് പോയിക്കൊണ്ടിരുന്നത്. അല്ല, ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് എന്തായിരിക്കും കാരണം, അടിസ്ഥാനം? അത് എനിക്ക് അറിയില്ല സാറേ. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കാരണം ഇവർ സമരം ആഹ്വാനം ചെയ്തതിന്റെ തലേ ദിവസം താമരശ്ശേരി DYSP ഓഫീസിൽ ഒരു മീറ്റിംഗ് സർവകക്ഷി യോഗം വിളിക്കുകയും ലോക്കലിയുള്ള നേതാക്കളെ വിളിച്ച് ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും ബഹുമാനപ്പെട്ട DYSP സാറും CI സാറും അവിടുന്ന് പറയുകയും ചെയ്തു, നിങ്ങൾ തൽക്കാലം സമരം മാറ്റിവെക്കണം, നമുക്ക് എന്ന് വേണ്ടി കളക്ടറുടെ ടേബിളിലോ അല്ലെങ്കിൽ സബ് കളക്ടറുടെ ടേബിളിലോ ഇരുന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ച് ഒന്നും കൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാന്ന് പറഞ്ഞപ്പോൾ സമരക്കാർ ഒരു രീതിയിലും അതിൽ നിന്നും പിന്മാറില്ല. സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന അവർ ഉറപ്പ് പറഞ്ഞ് അവിടെ ഇറങ്ങി പോയതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അന്ന് വൈകുന്നേരമാണ് എന്റെ സ്റ്റാഫ് ഇക്ബാലിനെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹത്തിന് അരിച്ചാക്ക് ഇറക്കുന്ന ഹുക്ക് വെച്ചിട്ട് ഇതുപോലെ, അതായത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇത് നിന്റെ വയറ്റിൽ കേട്ടാൽ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡന്റ് ക്രിയേറ്റ് ചെയ്യുകയും അത് സ്റ്റേഷനിലെ പരാതിയായി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയം മുതൽ അവർ പ്ലാൻഡ് ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്ട് സാർ. സുജീഷ്, ഇപ്പോൾ DYFI നേതാവും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള T മെഹ്റൂഫിനെ 1-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഏകദേശം 300-ലധികം ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഈ മെഹ്റൂഫിൻ്റെ പങ്കാളിത്തം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? മെഹ്റൂഫ് പഞ്ചായത്ത് അംഗമാണ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, ജനപ്രതിനിധിയാണ്. ഒരുപക്ഷെ പലതവണ നിങ്ങളുമായിട്ടൊക്കെ ചർച്ച നടത്തി കാണും. ഈ മെഹ്റൂഫിൻ്റെ പങ്കാളിത്തം, നേരിട്ടുള്ള പങ്കാളിത്തം തന്നെയുണ്ടോ? സാറേ, DYFI നേതാവ് മെഹ്റൂഫ് മാത്രമല്ല, വേറെയും പഞ്ചായത്ത് മെമ്പർമാര് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത് ഇതൊരു ജനകീയ സമരം എന്നുള്ള രീതിയിൽ പറയുകയും അതിന്റെ മുൻപന്തിയിലേക്ക് വന്ന് നിൽക്കാൻ അവർ കാരണം ഞാൻ അന്നത്തെ ദിവസം സമരസമിതിയുടെ ഒരു മെയിൻ നേതാക്കളും ഈ സമരവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന തമ്പി പറകണ്ടം എന്ന് പറയുന്ന നേതാവ് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിലേക്ക് വരിക പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഇവരെ മുന്നോട്ട് നിർത്തി ബാക്കിൽ നടന്നിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം അവരുടെ അടുത്ത് ഇതൊരു ജനകീയമായ പ്രശ്നമാണ്, അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഇടപെടണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കണം അവർ ഇടപെട്ടിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം ഇന്നേ വരെ അല്ലാത്തൊരു മോശം അനുഭവം എനിക്ക് ഇവരുടെ ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഉണ്ടാവാത്തൊരു സബ്ജക്ട് എനിക്ക് ഒരിക്കലും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നില്ലല്ലോ സാർ. അല്ല, പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട് SDPA ആണ് ഇതിന് പിന്നിൽ എന്ന്. താങ്കളുടെ അനുമാനം? സാറേ,
സാറേ അത് ഇപ്പം പത്രങ്ങളിലും ന്യൂസിലും വന്നിട്ടുള്ള അറിവും ആ കേട്ടറിവും മാത്രമേ എനിക്കും ഇതിനെക്കുറിച്ച് ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് 100% ഉറപ്പാണ്, സമരസമിതിയിലെ മെയിൻ അംഗങ്ങൾ അറിയാതെ ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി സാറിന് ജസ്റ്റ് ഇപ്പൊ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ സാറിന് കിട്ടുന്നതാണ്. സമരസമിതി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കുറിച്ച് സാറിന് ഗൂഗിൾ ചെയ്താൽ യു വിൽ ഗെറ്റ് എൻ്റർ ഡീറ്റെയിൽസ്. അപ്പൊ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെ ഒരു ക്രൈം പ്ലാൻ ചെയ്യാൻ അവിടെ പറ്റുമെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല സാർ. അപ്പോൾ ഈ പ്ലാന്റിന് വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇനി ഇതെങ്ങനെ പുനരാരംഭിക്കാൻ കാലതാമസം എടുക്കുമോ? സാറേ പ്ലാന്റില് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചത് ഞങ്ങളുടെ വാഹനങ്ങളിലാണ്. ആ വാഹനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൈപ്പിങ്സ്, നമ്മുടെ കണക്ടേഴ്സ്, അതുപോലെ തന്നെ ഫിൽറ്ററിംഗ് യൂണിറ്റുകളുണ്ട്. ആ ഫിൽറ്ററിംഗ് യൂണിറ്റുകൾ, പിന്നെ നമ്മുടെ ഇലക്ട്രിക് പാനൽസ്, പിന്നെ ഞങ്ങൾക്ക് 3 കുക്കറാണ് ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. കുക്കർ എന്നാണ് അതിന് വേർഡ് ഉപയോഗിക്കുക. ഞങ്ങൾക്ക് 3 കുക്കറാണ്. അതിൽ ചെറിയ കുക്കറിന്റെ ഏരിയ ആണ് കത്തി നശിച്ചത്. പിന്നെ ഞങ്ങളുടെ വാഷിംഗ് ഏരിയ കംപ്ലീറ്റ്ലി കത്തി നശിച്ചു. ഇതെല്ലാം ഞങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇത്രയും വലിയൊരു ഫാക്ടറി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് പാനൽ ബോർഡ്സ് ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ ഓൾവേസ് ബാക്കപ്പ് കീപ്പ് ചെയ്യുന്നതാണ്. കാരണം ഒരു അപകടം സംഭവിച്ചാൽ ഇത് ഒരു ഹൈലി പെരിഷബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതായത് ഇത് ഒരു കാരണവശാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് പ്ലാന്റിന് ഷട്ട് ഡൗൺ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഓൾവേസ് ബാക്കപ്പ് കീപ്പ് ചെയ്താണ്. ഒരു 95% ഞങ്ങൾ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചെറിയ കുക്കർ മാത്രമേ ഉള്ളൂ. അത് ഇറ്റ് മേ ടേക്ക് ടൈം. എന്നാലും എനിക്ക് 2 വലിയ കുക്കേഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേറെ ഒന്നിനും എനിക്ക് തടസ്സമില്ല. ഓക്കെ, എന്തായാലും പോലീസ് സംരക്ഷണം ഉണ്ട് അല്ലേ? ഹൈക്കോടതിയും പോലീസ് സംരക്ഷണമാണല്ലോ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുകയും ചെയ്തത്.